ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ദേവി മഹാകാളിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം കേൾക്കേണ്ട മെസ്സേജ്. അപ്പോൾ ദേവി എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഒരുപാട് ആൾക്കാർ ഭദ്രകാളി ഉപാസന ചെയ്യുന്നവരും ദേവിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ദേവി ഉപാസന ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം ദേവി മഹാകാളി എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. മോക്ഷ ഓഫ് കാളിയാണ് വന്നിട്ടുള്ളത്. കുണ്ടലിനി ശക്തി, ധൂമാവതി. ആദ്യമായിട്ട് കിട്ടിയ കാർഡ് മോക്ഷ ഓഫ് കാളിയാണ്. അപ്പോൾ ഇതിൽ ഒരു താമരപ്പൂവാണുള്ളത്. അപ്പോൾ ഭഗവതി ദേവി നിങ്ങളോട് പറയുന്നത് ഈ ലോട്ടസ് താമര എന്ന് പറയുന്നത് ചേറിൽ വിരിയുന്ന ഒരു പൂവാണ്. പക്ഷെ അതിലാണ് ദേവി ഇരിക്കുന്നത്, അതിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എവിടെ ഉണ്ടാകുന്നു എന്നുള്ളതല്ല, നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നോ അങ്ങനെ നമ്മളുടെ സാഹചര്യം നമ്മൾ കണക്കിലെടുക്കാതിരിക്കുക. നമ്മൾക്ക് എന്തായിത്തീരണോ അത് നമുക്ക് ആയിത്തീരാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ സാഹചര്യം അതായിരുന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മൾ ലോട്ടസിനെ നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് ആകേണ്ടതാകാൻ പറ്റും എന്നുള്ളതാണ്. ചേറിലാണ് താമര വിരിയുന്നത്. ആ താമരയുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് വെച്ചാൽ ദേവി ഇരിക്കുന്നത് താമരയിലാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയം ഈ ലോട്ടസ് വന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പഴയ കുറേ കർമ്മങ്ങൾ അവസാനിക്കുന്നു. നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന കുറേ ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ആത്മീയ വളർച്ച അത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മോക്ഷം കിട്ടി നിങ്ങൾ പുറത്തു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ വിട്ടയക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും വിട്ട് കളയുക. ക്ഷമിച്ചു കൊടുക്കേണ്ട ആൾക്കാരോട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് പറ്റിയത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിലുപരി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടിയതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. എന്താണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്ക് കിട്ടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ ദേവി നിങ്ങളോട് പറയുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തീർന്നു. നിങ്ങളിൽ മുന്നോട്ട് നടക്കാനുള്ള വഴിയെ ശുദ്ധമാക്കി വെക്കുന്നു എന്നുള്ളതാണ് ദേവി ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അടുത്ത് കുണ്ടലിനി ശക്തിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആത്മീയ ശക്തി ഉണരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. കുണ്ടലിനി ശക്തി ഉണരുന്നു. നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾ പല തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പം അതിൻ്റെ ഫലം ഈ ഒരു സമയം കിട്ടുന്നതാണ് കുണ്ടലിനി ശക്തി ഉണരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയായിരിക്കും, നിങ്ങളുടെ കുണ്ടലിനി ഉണരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും അത് മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷെ എന്തൊക്കെയോ ഒരു പരിവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ കുറേ ആൾക്കാർ നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടായിരിക്കാം. റൈക്കി ഹീലിങ്ങോ പ്രാണി ഹീലിങ്ങോ അല്ലെങ്കിൽ മന്ത്രജപം അല്ലെങ്കിൽ സാധനകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഊർജം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ചൂട് കൂടുതൽ വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് കൂടുതൽ ഒരു എനർജി ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ചൂട് കൂടുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു വൈബ്രേഷൻ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ
ഇതൊക്കെ ഈ കുണ്ടലിനി ഉണരുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് കാണുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുണ്ടലിനി ഉണരുന്നത്. അത് നമ്മൾ ദീർഘകാലമായിട്ടുള്ള നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് കൊണ്ടാണ് ആ കുണ്ടലിനി ശക്തി സ്വാഭാവികമായിട്ട് ഉണരുന്നത്. നമ്മളല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത് നിർബന്ധപൂർവ്വം നമ്മൾ കുണ്ടലിനി ഉണർത്തണം എന്ന് വിചാരിച്ചിട്ട് കുറേ പ്രാക്ടീസസ് പെട്ടെന്ന് ചെയ്യും. അപ്പം നമ്മുടെ ശരീരം അതിന് പാകമല്ലാതെ വരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. കാരണം നമ്മുടെ ചക്രാസ് എല്ലാം ബ്ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുണ്ടലിനി ഉണരാൻ വേണ്ടിയിട്ടുള്ള മാത്രം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വരാം, ബാക്ക് പെയിൻ വരാം, വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാം. കാരണം ഈ ചക്രാസിൽ ഒരുപാട് ബ്ലോക്കേജ് ഉണ്ടാകും എല്ലാവർക്കും. അപ്പോൾ നമ്മളത് എല്ലാ ദിവസവും ധ്യാനമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ നട്ടലിലൂടെ ആ ഒരു എനർജി ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് അത് പതിയെ 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 ആ ഒരു ശക്തി ഉണരും. അപ്പോൾ ഇത് അങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് അത് ചെയ്യാൻ കുണ്ടലിനി ഉണരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എക്സർസൈസ് ചെയ്യുന്ന ആൾക്കാർ അത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ആ ഒരു എനർജി പോകുന്ന സമയത്ത് ചിലപ്പം നമുക്ക് മാനസിക വിഭ്രാന്തി പോലെയുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള തലവേദന വരാം, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുണ്ടലിനെ ആൾറെഡി അത് ഉണർന്നു തുടങ്ങി എന്നാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സൃഷ്ടിപരമായ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പിന്നെ നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തി ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന ആളായാലും നിങ്ങൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാർ, അത് കൂടുതൽ നിങ്ങൾ കുറച്ച് സമയം കൂടി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് സമയം കൂടെ ഹീൽ ചെയ്യുക, ചിലപ്പോൾ രാവിലെ വൈകുന്നേരം ചെയ്യുക. മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാതെ അത് ശരിക്ക് എന്താണ് വേറൊരു ചിന്തകളും ഇല്ലാതെ മാക്സിമം ആ ഒരു ഇതിലേക്ക് മാത്രം കുറേ സമയം കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചക്ര ഹീലിംഗ് ചെയ്യണം കേട്ടോ. ഈ ഒരു സമയം നിങ്ങൾ ചക്ര ഹീലിംഗ് ചെയ്യണം എന്നാണ് കാണുന്നത്. പിന്നെ കൂടുതൽ അതിൽ നിങ്ങൾ കുറച്ച് സമയം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഒരു സമയം. ഈ എന്ത് ചെയ്യുന്ന ആൾക്കാരും ആത്മീയമായി നിങ്ങൾ ഉണരാനുള്ള ആൾക്കാരാണെങ്കിൽ സ്പിരിച്വൽ അവേക്കണിങ് ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. കുറച്ചുകൂടി ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നാണ് കാണുന്നത്. ധൂമാവതിയാണ് ഇതിൽ ദശമഹാവിദ്യകളിൽ അതിലുള്ള ഒരാളാണ് ധൂമാവതി. അപ്പം ഇതിൽ ധൂമാവതി എന്ന് പറയുന്നത് ഒരു എന്താണ് ശൂന്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു നഷ്ടം എന്നുള്ള നിലയിലോ ഒക്കെ ഉള്ളൊരു ഇതാണ്. പുകയിൽ നിന്നും വരുന്ന ദേവിയാണെന്നാണ്. ധൂമം എന്ന് വെച്ചാൽ പുകയാണ്. അപ്പൊ തീ കത്തിക്കഴിഞ്ഞുള്ള ആ ഒരു പുകയിൽ നിന്നും വരുന്ന അതിൽ നിന്നുണ്ടായൊരു ദേവിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മളുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എത്തുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ദേവി രൂപമാണ് ധൂമാവതി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും പിടിച്ചു വെച്ചിരുന്നത്, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ശരിക്കും ബോധപൂർവം വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല അത് നിങ്ങൾക്ക് ഉപകാരം ഇല്ലാത്ത കാര്യങ്ങളാണെന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അത് മാറിപ്പോയെന്നാണ് കാണുന്നത്. ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം, ചില ചിന്തകൾ അവസാനിച്ചു പോകാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതാണ് കാണുന്നത്. അതൊന്നും ഇപ്പം അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്. ഇതിൽ ഒരു സത്യമൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയമാണ്. ചില കാര്യങ്ങൾ ഇപ്പം ദേവി നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. അതൊരിക്കലും നിങ്ങളെ ശിക്ഷിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതരുത് എന്നുള്ളതാണ്
നിങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ദേവി നീക്കി കളയുന്നു എന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണം എന്നില്ല. കാരണം നിങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അത് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ് എന്നാണ് ദേവി പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു സൈക്കിൾ അവസാനിക്കുന്നു, നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നു. അതിൽ ഈ ഒരു സമയം നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉണർന്ന് നിങ്ങളൊരു യവക്കണ്ടായ സോളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ദേവി ഇപ്പോൾ പറയണത്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ഒരു എന്താണ് വളരെ വലിയ ഒരു സ്ട്രഗിളിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു സമയമാണ്. ആ ഒരു സൈക്കിൾ കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുകയും ഇപ്പം നമ്മൾ മോക്ഷം കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ, പുതിയൊരു ലൈഫ് അതിൻ്റെ ഒരു സൈക്കിൾ ആരംഭിക്കുന്ന സമയത്താണ് നമ്മൾ മോക്ഷം കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നൊരു സമയമാണ്. നിങ്ങളെ കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുന്ന സമയമാണ്. ആവശ്യമില്ലാത്ത കെട്ടുപാടുകളിൽ ഉണ്ടെങ്കിൽ അത് ദേവി തന്നെ എടുത്ത് മാറ്റുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ദേവി തന്നെ അത് നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റുന്നു എന്നുള്ളതാണ്. അത് നല്ലതിനാണെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും എന്നാണ് ദേവി ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്, മഹാകാളി ദേവിയിൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.